ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സേഫായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ബ്യൂട്ടി ടിപ്പാണ് പറയാൻ പോകുന്നത്. നമ്മുടെ മുഖം വെട്ടിത്തിളങ്ങാനും ഗ്ലോ ചെയ്യാനും അതുപോലെ നമ്മുടെ മുഖക്കുരുവൊക്കെ ഒന്നും പോകാനും പിന്നെ സ്കിന്നിലെ ഡ്രൈ സെൽസൊക്കെ മാറാനും പറ്റിയൊരു നല്ല ടിപ്പാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് മഞ്ഞൾപ്പൊടിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ കസ്തൂരി മഞ്ഞൾപ്പൊടി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ മഞ്ഞൾപ്പൊടി എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഏകദേശം 2 ടീസ്പൂണോളം കസ്തൂരി മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് അടുത്ത് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലമാവാണ്. ഈ കടലമാവ് നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യാൻ ഒരുപാട് സഹായിക്കും. അപ്പം കടലമാവിൻ്റെ ഒരു അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം കസ്തൂരി മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി എടുത്തതിൻ്റെ ഇരട്ടിയാണ് കടലമാവ് എടുക്കേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കസ്തൂരി മഞ്ഞൾപ്പൊടി ഒരു 2 ടീസ്പൂൺ എടുത്തിരിക്കുന്നെങ്കിൽ കടലമാവ് ഒരു 4 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 5 ടീസ്പൂണൊക്കെ എടുക്കാവുന്നതാണ്. അപ്പം കസ്തൂരി മഞ്ഞൾപ്പൊടി എടുത്തതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ കടലമാവ് എടുക്കേണ്ടത്. അപ്പം ഈ കടലമാവും കസ്തൂരി മഞ്ഞൾപ്പൊടിയും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിലോട്ട് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നൊരു 2 ടീസ്പൂണോളം തൈരാണ്. ഈ തൈര് നമ്മുടെ ടാൻ മാറാനൊക്കെ ഒരുപാട് സഹായിക്കും. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഈ ഫേസ് പാക്കിനെടുത്ത ഇൻഗ്രീഡിയൻറ്റ് റോസ് വാട്ടറാണ്. അപ്പോൾ റോസ് വാട്ടർ ഞാൻ തൈരെടുത്ത് അതേ അളവിൽ തന്നെ എടുത്തത്. ഒരു 2 ടീസ്പൂണോളം റോസ് വാട്ടർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി റോസ് വാട്ടർ ഇല്ലെങ്കിൽ നമ്മുടെ വെള്ളം ഉണ്ടല്ലോ, വെള്ളം ചേർത്ത് മിക്സ് ചെയ്താലും മതി. അപ്പോൾ ഈ കസ്തൂരി മഞ്ഞൾപ്പൊടിയും കടലമാവും റോസ് വാട്ടറും അതുപോലെ തന്നെ തൈരും എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ കാണിക്കുന്ന ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ഈ കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് നേരിട്ട് തന്നെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, നമ്മളിതുപോലെ ഫേസ് പാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേയായിട്ട് മുഖം ആദ്യം നല്ലപോലെ വാഷ് ചെയ്യുക. ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ മുഖം വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതുപോലെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവൂ. പിന്നെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഈ ഫേസ് പാക്ക് മുഖത്തിലും കഴുത്തിലും ഒക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഫേസ് പാക്ക് ഒന്ന് ഉണങ്ങുന്ന സമയത്ത് നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ ഈ ഫേസ് പാക്ക് നിങ്ങൾ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഫേസ് പാക്ക് നല്ല റിസൾട്ട് തരുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ ബൈ.